ഹായ് ഡിയേഴ്സ്, മൈ ക്രിയേഷൻസ് ആൻഡ് മീ അറ്റ് ഫൺ ലൈഫ് വിത്ത് ദീപ്തിയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ പുതുതായിട്ട് നമ്മുടെ ചാനലിൽ വരുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമ്മളിന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കൊച്ചു ടെഡിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഇതുപോലൊരു സ്പോഞ്ചും ഒരു 5 റബ്ബറും കൂടെ വേണം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളിതാ സ്പോഞ്ച് ഇതിങ്ങനെ ഒന്ന് പിടിച്ചിക്കണം. അതിനുശേഷം നമ്മളുടെ കയ്യിലിരിക്കുന്ന റബ്ബർ ബാൻഡ് ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ തലയുടെ ഭാഗം കുറച്ച് അളവ് കുറവ് മതി, ബോഡി പോർഷൻ കുറച്ച് അധികം വേണം കേട്ടോ. എടുക്കുന്ന റബ്ബർ വലുതാണെന്നുണ്ടെങ്കിൽ 2ആയിട്ടൊന്ന് മടക്കിയിട്ട് കൊടുത്താൽ മതിയാവും. ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെവിയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചെവി സെറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ റബ്ബർ വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ, അപ്പോഴേ നല്ല ഭംഗിക്ക് ചെവി കിട്ടുകയുള്ളൂ. ഇതുപോലെ പിടിച്ചിട്ട് നമ്മുടെ റബ്ബർ ഒന്ന് ഇട്ട് കൊടുക്കണം. ഈ ഒരു രീതിക്ക് തന്നെ അടുത്ത ചെവിയും നമ്മൾ സെറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൊച്ചു ക്രാഫ്റ്റുമാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ടെഡിയാണ്. അപ്പം തീരെ കുഞ്ഞുവാവകൾക്കൊന്നും ചെയ്ത് കൊടുക്കരുത് കേട്ടോ. അവരിതൊക്കെ വായിൽ വെച്ചിട്ട് ഈ ഒരു സ്പോഞ്ച് അകത്തൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾക്ക് ഇതുപോലെ കാലും കൂടെ സെറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയാകും. നല്ല ടൈറ്റ് ആയിട്ടുള്ള റബ്ബർ ആണെങ്കിൽ ആ കാലിൻ്റെ ഷേപ്പൊക്കെ നല്ല ഭംഗിക്ക് കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ കാലും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നമ്മുടെ കൊച്ചു ക്യൂട്ട് കരടിയായിട്ട് തോന്നുന്നില്ലേ? ഇനി നമ്മൾക്ക് കണ്ണും വായും മൂക്കും ഒക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനായിട്ട് ഞാനിപ്പോൾ ഗൂഗിൾ ഐസ് ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഗൂഗിൾ ഐസ് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിലൊക്കെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. മെഡിസിൻ്റെ സ്ട്രിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കടയിൽ നിന്നാണെങ്കിൽ അധികം വിലയൊന്നും വരത്തില്ല കേട്ടോ ഇതിന്. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊന്ന് വെച്ച് നോക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഫെവിക്കോൾ ഉപയോഗിച്ച് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. കണ്ണൊട്ടിച്ചതിന് ശേഷം നമ്മൾ നല്ലൊരു കട്ടിയുള്ളൊരു വെളുത്ത കടലാസിൽ മൂക്കും വായൊക്കെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് കളർ ചെയ്ത് അതിനും പുറത്തുകൂടി സെല്ലോ ടാപ്പ് ഒന്ന് ഒട്ടിച്ച് ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് ഫെവിക്കോൾ കൊണ്ടൊന്ന് ഒട്ടിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കരടിക്കുട്ടി റെഡിയായി. കരടിക്കുട്ടി താഴെ വെച്ചതാ ഇതുപോലെ ഇരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ അവനെ ഒന്നുകൂടെ ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സാറ്റൻ റിബണൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കാം. നമ്മുടെ ബട്ടർഫ്ലൈ കെട്ടാണ് കെട്ടിക്കൊടുക്കുന്നത് കേട്ടോ. ബാലൻസ് വരുന്ന റിബൺ നമ്മൾക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ കൊച്ചു മക്കൾക്കൊക്കെ ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ പഠിപ്പിക്കാനൊക്കെ പറ്റിയ ഒരു സിമ്പിൾ ക്രാഫ്റ്റ് അല്ലേ ഇത്. അപ്പോൾ നിങ്ങളുടെ മക്കൾക്കും ഇതുപോലെ ഇത്തിരി സമയം മതിയല്ലോ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കാനൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അവർക്കും വളരെ സന്തോഷമാവും ഇതുപോലെയൊക്കെ തയ്യാറാക്കി കാണാൻ. അപ്പോൾ നമ്മുടെ കരടി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ബാലൻസ് വരുന്ന നൂലാണൊന്ന് കട്ട് ചെയ്ത് മാറ്റിയത് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കൊച്ചു ക്രാഫ്റ്റാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതിക്കോട്ടെ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.